മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയുള്ള വീട്ടിലേക്ക് ചെന്നാൽ, നമ്മൾ ഇന്ന് പലരും ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജനാസയുള്ള വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ, ഒരു ജനാസയിൽ നമ്മൾ പങ്കെടുക്കുന്ന വേളയിൽ നാം വളരെയേറെ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല മരണചിന്തയുണ്ടാകണം. മയ്യത്തിന്റെ കൂടെയോ മയ്യത്തിന്റെ സമീപത്തോ മയ്യത്തിന്റെ പിന്നാലെ അനുഗമിക്കുമ്പോഴോ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുമ്പോഴോ മയ്യത്ത് ഖബറടക്കുന്ന വേളയിലോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത ഒന്ന്, നമുക്കും മരിക്കണമല്ലോ എന്ന ചിന്തയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ കട്ടിലിൽ കിടക്കുന്ന മയ്യത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇനി ചെന്ന് കിടക്കാനുള്ള ഖബർ നമ്മുടെ കണ്ണിൽ നമ്മൾ കാണണം. അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്ന ഖബറിലെ അവസ്ഥകൾ, മലായിക്കത്തുകൾ വന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ പറയാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. നീണ്ട കാലം ഖബറിൽ കിടക്കേണ്ടുന്ന ബർസഖിന്റെ ലോകത്തേക്കാണല്ലോ ഈ മനുഷ്യനെ ഞങ്ങൾ യാത്രയാക്കുന്നത് എന്ന ബോധം. അമലുകൾക്കുള്ള അവസരങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടല്ലോ. ഇനി ജീവിച്ചിരിക്കുന്ന നമ്മൾക്കേ ഇനി പ്രവർത്തിക്കാൻ അവസരമുള്ളൂ. അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാലം അവസാനിച്ചു പോയല്ലോ തുടങ്ങിയ മരണചിന്തയും പരലോക ബോധവുമൊക്കെയാണ് ഒരു മരിച്ച വീട്ടിലെത്തിയാലും മരണവുമായി ബന്ധപ്പെട്ട ക്രിയകളിൽ പങ്കെടുക്കുമ്പോഴും നമ്മിലുണ്ടായി തീരേണ്ടത്. നമ്മുടെ സംസാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. അവിടെ വെച്ച് ചിരിക്കാൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുക? ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ജനാസയുള്ള വീടുകളിലും അതിന്റെ പിറകെ പോകുമ്പോഴും പള്ളിക്കാട്ടിൽ ജനാസ അടക്കുമ്പോഴുമൊക്കെ ആളുകൾ എന്തെല്ലാമാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കാലത്ത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊരു ജനാസയിൽ പങ്കെടുത്താൽ ആ ജനാസ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുവാണോ ഇവരൊക്കെ എന്ന് തോന്നിപ്പോകുന്ന മുഖഭാവവും അതുപോലെ തന്നെ മൗനവും അവരുടെ സംസാര നിയന്ത്രണവും പെരുമാറ്റങ്ങളും അത്രമാത്രം ഗൗരവതരമായിരുന്നു എന്നാണ്. ദീർഘകാലമായി ഒരു യാത്ര കഴിഞ്ഞിട്ട് എത്തുകയാണ് ഒരാളെന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരാള് ഒരു മരിച്ച വീട്ടിലെത്തിയാൽ പോലും ആ മരണപ്പെട്ട വ്യക്തിയുടെ സന്തപ്ത കുടുംബങ്ങളെ കണ്ടാൽ കേവലം സലാം ചൊല്ലി അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റു സംസാരങ്ങളിലേക്കോ കുശലാന്വേഷണങ്ങളിലേക്കോ പോലും അവരുടെയൊന്നും സംസാരങ്ങൾ നീണ്ടുപോകാതെ അവരുടെയൊക്കെ ദുഃഖത്തിൽ പരിപൂർണമായും ആ കുടുംബത്തിലെ ഒരു മെമ്പറെ പോലെ തന്റെ ഒരു കുടുംബത്തിലെ ഏറ്റവും ബന്ധപ്പെട്ടയാളാണ് ഈ മരിച്ചു കിടക്കുന്നതെന്ന പോലെ ആ വിധത്തിലായിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. സഹാബത്ത് അങ്ങനെയായിരുന്നു, താബിഈങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.